ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് കണ്ടാൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നേ തോന്നില്ല. അത്രക്കും സൂപ്പർ ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഓയിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒക്കെ ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ വെള്ളം ഒന്നിച്ച് അങ്ങോട്ട് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ വെള്ളം ഒന്നായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ലൂസായി പോവും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് 2 പോർഷനായിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 പോർഷനാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ ആക്കാം. പക്ഷെ അത്യാവശ്യം ഒരു കട്ടി വേണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും പരത്തിയിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു നീളത്തിലുള്ള സൈസിലാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം. റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ ഇനി അതല്ലെങ്കിൽ റൗണ്ടായിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കനത്തിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു 3 തവണ പരത്തി ഇത്രയും പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിന്റെ തവയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലേക്ക് ഓരോന്നും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലാതാകുമ്പോൾ അത് ഒട്ടിപ്പിടിച്ച് ആ ഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. ഒരുപാട് ടൈമൊന്നും വേണ്ട ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. പിന്നെ ഇടുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ അടുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഇനി ഈ ഷുഗർ സിറപ്പ് സ്റ്റിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഇതിൽ കോട്ടായി കിട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഷുഗർ കുറച്ചാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് ഷുഗറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സംഭവം റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഗോതമ്പ് പൊടി. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.